ചില പ്രത്യേക ഏരിയകളിലൂടെ നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നോ ഹോൺ എന്നൊരു ചിഹ്നം കണ്ടിട്ടുണ്ട് ഇല്ലേ? അതൊരു പക്ഷേ ചില വിദ്യാലയങ്ങളുടെ മുമ്പിലാകാം, അല്ലെങ്കിൽ മറ്റു ഓഫീസുകളുടെ മുമ്പിലാകാം, മറ്റെവിടെയെങ്കിലും ഒക്കെ ഇടങ്ങളിൽ നമ്മൾ ആ ചിഹ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഏരിയകളിൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഹോൺ പൊതുവെ ഉപയോഗിക്കാറുള്ളൂ. അവിടെ ഉണ്ടാകുന്ന ശബ്ദമലിനീകരണം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ഇത് സഹായകമാകുന്നുമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോണാണ് നമ്മുടെ വായ്. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും കുറ്റപ്പെടുത്തുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനും മോശമായ വാക്കുകൾ പറയുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന അനാവശ്യമായൊരു ഹോൺ പോലെയാണ്. അനാവശ്യമായ ഹോൺ നമ്മെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ ജീവിതത്തെയും എല്ലാം മലിനമാക്കാറുണ്ട്. തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, മത്തായി 15:11, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ വളർത്താനും തളർത്താനും കഴിയും. നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ സുഖപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാനും പ്രചോദനം സൃഷ്ടിക്കാനും കഴിയും. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല ഭൗമിക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ അനുഗ്രഹം അനുഭവിപ്പാനാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ തളർത്തുകയല്ല വേണ്ടത്. അവരുടെ അനുഗ്രഹത്തിനുള്ള വാക്കുകൾ നമ്മുടെ വായിലൂടെ പുറപ്പെടണം. അപ്പോൾ ക്രിസ്തു നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നല്ല നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: സൗഭാഗ്യ ജീവിതം വാഞ്ചിക്കുകയും സന്തോഷം നൽകുന്ന ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വഞ്ചന സംസാരിക്കുന്നതിൽ നിന്ന് തൻ്റെ അധരങ്ങളെയും കാത്തു സൂക്ഷിക്കട്ടെ.